ഹായ്, നമുക്ക് കേരള മിക്സ്ചറും അതുപോലെ ബോംബെ മിക്സ്ചറും എങ്ങനെ തയ്യാറാക്കണേന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് മിക്സ്ചർ തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം സേവിനുള്ള മാവ് ഒന്ന് കുഴച്ചെടുക്കണം. ഞാനിവിടെ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത്. 250 ml കപ്പിൽ 1 കപ്പ്. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ. അതിപ്പോൾ ഏത് ടൈപ്പ് അരിപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോൾ അപ്പം, ഇടിയപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കണം വറുത്ത അരിപ്പൊടി. 1/4 കപ്പ് എന്ന് പറയുമ്പോൾ 3 ടേബിൾ സ്പൂൺ ഉണ്ടാവും. പിന്നെ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് മുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് ചേർത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ അവസാനം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിതിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ചെറിയൊരു അളവിൽ മതി കേട്ടോ, ഒരുപാട് വേണ്ട. ഒരു 1/4 ടീസ്പൂണിൻ്റെ ഒക്കെ അടുത്ത്, അല്ലെങ്കിൽ 2 നുള്ളു അത്ര മതി. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ കടലമാവായ കാരണം ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ വെള്ളം കുടിപ്പോവും. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് കുഴച്ചെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കില്ലേ, ആ ഒരു രീതിയിൽ ആണ് നമ്മളിത് കുഴച്ചെടുക്കേണ്ടത്. ഒരുപാട് ലൂസ് ആവാനും പാടില്ല, ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല. ഇപ്പോൾ കണ്ടില്ലേ, ഞാനിത് ഈ ഒരു രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണയൊന്ന് ഇതുപോലെ ഒന്ന് നമുക്ക് സ്പ്രെഡ് ചെയ്ത് വെക്കാം. ഇത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് മാറ്റി വയ്ക്കാം, അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് ബൂന്തി തയ്യാറാക്കാനുള്ള മിക്സ് തയ്യാറാക്കി വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് കടലമാവ് തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/4 കപ്പ് വറുത്തരിപ്പൊടി ചേർത്ത് കൊടുക്കാം, നേരത്തെ നമ്മൾ ചേർത്ത പോലെ തന്നെ. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, ഇതും കാശ്മീരി മുളക് പൊടി തന്നെയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിലേക്കും നമുക്ക് കുറച്ച് കായം ചേർത്ത് കൊടുക്കാം, 1 നുള്ളനെ മതി കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മാവ് ഒരുപാട് ലൂസായിട്ട് മാറും. അപ്പോൾ ബൂന്തി ഉണ്ടാക്കുമ്പോൾ കറക്റ്റായിട്ട് വരില്ല. ബൂന്തിക്ക് നമ്മൾ ബാറ്റർ തയ്യാറാക്കുമ്പോൾ ഇഡ്ഡലി ബാറ്ററൊക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. ഇത് ഇപ്പോഴും തിക്കന്നെയാണ്, കുറച്ചും കൂടി വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ കണ്ടില്ലേ, കട്ടകളൊന്നും ഇല്ലാതെ തന്നെ ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇതിരിക്കേണ്ടത്. ഒരുപാട് ലൂസ് ആവാനും പാടില്ല, അന്ന് ഒരുപാട് തിക്കാവാനും പാടില്ല. ഇത് മാറ്റി വയ്ക്കുക, അടച്ചു വയ്ക്കുക. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് കപ്പലണ്ടിയാണ്. ഇതിപ്പോൾ പച്ച കപ്പലണ്ടിയാണ് കേട്ടോ. കപ്പലണ്ടിയുടെ അളവെന്ന് പറയുന്നത് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് തന്നെ പൊട്ടുകടലയാണ്. ഇതിൻ്റെ അളവും നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച്. പിന്നെ ഞാനൊരു 6-7 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ചെറിയ വെളുത്തുള്ളിയാണ് കേട്ടോ, അത് കാരണമാണ് ഞാൻ ഇത്രയ്ക്ക് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ വലിപ്പമുള്ള വെളുത്തുള്ളിയാണെന്നുണ്ടെങ്കിൽ ഒരു 2 എണ്ണമൊക്കെ മതി കേട്ടോ, വലുതാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി വേണം. പിന്നെ നമുക്ക് സേവ് ചുറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സേവനാഴി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഇട്ട് കൊടുക്കുന്ന അച്ചെന്ന് പറയുന്നത് നമ്മൾ സാധാരണ നൂലപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കില്ല, അതായത് ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സെയിം അച്ച തന്നെയാണ് കേട്ടോ. ഇതിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച ആ ഒരു മാവില്ലേ, അത് ഇതിലേക്ക് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ സേവനാഴിയിൽ എണ്ണയൊക്കെ തടവി എടുത്തിട്ടുണ്ട്, അച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച ബാറ്ററില്ലേ, ഇത് നമുക്ക് ഇതിൽ നിന്ന് എടുത്തിട്ട് ഈ സേവനാഴിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ചുറ്റിച്ചെടുക്കാം. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച വെളുത്തുള്ളി ഇല്ലേ, അത് നന്നായിട്ട് തന്നെ ഒന്ന് ചതച്ച് വെക്കുക. ഒരുപാട് ചെറുതാക്കി ചതക്കേണ്ട ആവശ്യമില്ല, കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടൊന്ന് ചതച്ച് വെച്ചാൽ മതി. ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇത് വറുത്തെടുക്കാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി എണ്ണ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാവട്ടെ. അതിനുശേഷം മാത്രം നമുക്ക് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച സേവിൻ്റെ മാവില്ലേ, അതൊന്ന് ചുറ്റിച്ചെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, എണ്ണ നന്നായിട്ട് തന്നെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുറ്റിച്ചെടുക്കാം. ചുറ്റിച്ചെടുക്കുമ്പോൾ ഒരു സ്ഥലത്ത് തന്നെ ചുറ്റിച്ചിട്ട് കൊടുക്കാതെ പരത്തി പരത്തി ചുറ്റിച്ചിട്ട് കൊടുക്കുക. അതായത് ഒരു പ്രാവശ്യം ചുറ്റിച്ചതിൻ്റെ മുകളിൽ പിന്നെ വരാത്ത രീതിയിൽ ചുറ്റിച്ചെടുക്കാം കേട്ടോ. ഒരുപാട് തിക്കായിട്ടും ചുറ്റിച്ചെടുക്കരുത്, കനം കുറച്ച് ചുറ്റിച്ചെടുത്താൽ മതി. ഞാനിനി ഇത് ചുറ്റിച്ചെടുക്കുകയാണ്.
ഇനി കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യരുത് കേട്ടോ, പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും. പിന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത് കേട്ടോ. അതായത് നമുക്കിപ്പോൾ കാണുമ്പോൾ തോന്നും കറക്റ്റ് ഫ്രൈ ആയിട്ടില്ല എന്ന്, പക്ഷെ ഇത് നമ്മൾ കോരി മാറ്റിയതിന് ശേഷം കുറച്ച് സമയം ഇരിക്കുമ്പോൾ അത് ക്രിസ്പി ആയിട്ട് വരും ഒന്നും കൂടി. അപ്പോൾ ഒരുപാട് ഇത് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊരു കയ്പ്പ് രസം വരും. ഇതിപ്പോൾ ഒരു ഭാഗം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരും ഒരു ഭാഗം. ഇനി ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് സമയമൊന്നും എടുക്കില്ല സേവ് ഒന്നും ഫ്രൈ ആയിട്ട് വരാൻ. പിന്നെ എന്ത് സംഭവം ഫ്രൈ ആയിട്ട് വന്നു എന്ന് എങ്ങനെ അറിയണേന്ന് വെച്ച് കഴിഞ്ഞാൽ ബബിൾസ് പോലെ വരുന്നുണ്ടാവും, അത് നിൽക്കും നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വരുമ്പോൾ. ഇതിപ്പോൾ കണ്ടില്ലേ ആവശ്യത്തിന് തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം കേട്ടോ. ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ നമുക്ക് ചുറ്റിച്ചു കൊടുക്കാം. ഇനി ഇത് എല്ലാം ഞാനൊന്ന് ചുറ്റിച്ചെടുക്കട്ടെ, അത് കഴിഞ്ഞിട്ട് കാണിക്കാം. ഇപ്പോൾ കണ്ടില്ലേ ഞാൻ ഈ സേവ് എല്ലാം തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇതിന് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ബൂന്തി ഫ്രൈ ചെയ്തെടുക്കണം. ബൂന്തി ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ബൂന്തിയുടെ ബാറ്ററിലേക്ക് നമുക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. ഒരുപാട് അളവ് വേണ്ട കേട്ടോ, ഒരു നുള്ള് തന്നെ മതി. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തേക്കും മിക്സ് ആയിട്ട് വരണം. ഈ ബേക്കിംഗ് സോഡ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ചേർത്താൽ മതി. അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ തവി എടുക്കുക. എണ്ണ നല്ല ചൂട് വേണം കേട്ടോ, അത് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഇതുപോലെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അതായത് ഇങ്ങനെ മാറ്റി മാറ്റി കൊടുക്കുക. ഒരു സ്ഥലത്തേക്ക് തന്നെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കരുത് കേട്ടത്. ഒരു സ്ഥലത്തേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെ കട്ടിയായിട്ട് കിടക്കും. അപ്പം ഇങ്ങനെ നീക്കി നീക്കി കൊടുക്കാം. കണ്ടില്ലേ കറക്റ്റായിട്ട് വീർത്ത് വരുന്നുണ്ട്. ഇതുപോലെ ബോൾസ് പോലെ വരണം. ഇനി ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ കോരി മാറ്റാം. ബൂന്തി എന്ന് പറയുന്നത് നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വരണം. ബൂന്തി നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് തണുത്ത് കഴിയുമ്പോഴേ നമ്മൾ ബജിയൊക്കെ ഉണ്ടാക്കണ പോലെ സോഫ്റ്റ് ആയിട്ട് മാറും. അപ്പം നല്ല ക്രിസ്പി ആയിട്ട് വരണ വരെ തന്നെ ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ ബൂന്തിയും നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. കണ്ടില്ലേ ഇത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതും കോരി മാറ്റാം. അപ്പം ഞാൻ ബൂന്തിയും ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി ബാറ്ററും നമുക്ക് ഇതുപോലെ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം കാണിക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ ഞാൻ എല്ലാ ബൂന്തിയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഈ എണ്ണയിലേക്ക് നമുക്കിനി കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. ഇനിയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും ഫ്രൈ ചെയ്തെടുക്കാൻ ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല. ഒരുപാട് ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ മാറ്റാം കേട്ടോ. കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് വറുത്തെടുക്കാം. കപ്പലണ്ടി ഒന്ന് പൊട്ടി വരും. ഒരുപാട് സമയമൊന്നും എടുക്കില്ല ഓയിലിട്ടിട്ട് കപ്പലണ്ടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ കപ്പലണ്ടി ഫ്രൈ ആയിട്ട് വന്നിട്ട് നമുക്ക് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊട്ടുകടല ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. പൊട്ടുകടല പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് വരും ഉണ്ടാവും. ഒരുപാട് സമയമൊന്നും എടുക്കില്ല. പെട്ടെന്ന് തന്നെ കോരി മാറ്റാം. കളർ ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. ഇപ്പോൾ ഇതും ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളി ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വെളുത്തുള്ളിയും ഒന്ന് ക്രിസ്പി ആയിട്ട് വരുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ കണ്ടില്ലേ വെളുത്തുള്ളി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം കേട്ടോ. ഇതുപോലെ ഫ്രൈ ആയിട്ട് വരണം. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അത് മതി. ഇത് റെഡി. ഇനി നമുക്കിതിലേക്ക് 3-4 വറ്റൽമുളകും കൂടിയും ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം.
വറ്റൽമുളകും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇത് കണ്ടില്ലേ, ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കപ്പലണ്ടിയും പൊട്ടുകടലയും ഫ്രൈ ചെയ്തത് സെപ്പറേറ്റ് ആണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ലല്ലോ, ഉപ്പും മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഈ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ചൂടോടുകൂടി തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മുളക് പൊടി നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടി ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി കൈ വെച്ച് തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചൂടോടുകൂടി ചെയ്യുമ്പോൾ ഇതിലേക്ക് ശരിക്കും നന്നായിട്ട് തന്നെ പിടിച്ചോളും. അതുപോലെ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പോരാന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. എനിക്കിപ്പോൾ കറക്റ്റായിട്ടാണ് തോന്നുന്നത്. ഇനി നമുക്ക് സേവ് ഒന്ന് പൊട്ടിച്ചെടുക്കണം. പൊട്ടിച്ചെടുക്കുമ്പോൾ ഒരുപാട് ചെറുതായിട്ട് പൊട്ടിച്ചെടുക്കരുത് കേട്ടോ. മിക്സ്ചറൊക്കെ സാധാരണ അറിയാലോ, ആ ഒരു വലുപ്പത്തിൽ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചു കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ഇതും ഇതുപോലെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബൂന്തിയും സേവും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ ഓൾറെഡി ഇതിലൊക്കെ ചേർത്തിരുന്നതാണ്, എന്നാലും കുറച്ച് ചേർക്കാം. പിന്നെ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് കൈ വെച്ച് തന്നെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതും കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ വെളുത്തുള്ളിയൊക്കെ ഫ്രൈ ചെയ്തെടുത്തില്ലേ, അതൊക്കെ നമുക്കൊന്ന് പൊടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി നമ്മൾ ഈ വറുത്ത് വെച്ച കപ്പലണ്ടിയും പൊട്ടുകടലയൊക്കെ ഇതിൽ കൂടെ മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് കൈവച്ച് തന്നെ മിക്സ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ മിക്സ്ചർ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല തനി നാടൻ കേരള മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. നമുക്കിനി ബോംബെ മിക്സ്ചർ ഉണ്ടാക്കി ബോംബെ മിക്സ്ചർ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കടലമാവ് എടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 250 ml കപ്പിൽ 1.5 കപ്പ് കടലമാവാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് അപ്പം, ഇടിയപ്പം, പത്തിരിപ്പൊടി ഉണ്ടല്ലോ, അതായത് നല്ല നൈസായിട്ടുള്ള അരിപ്പൊടി വറുത്തത് 1/2 കപ്പ് അളവിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1.5 കപ്പ് കടലമാവ് എടുത്തപ്പോൾ 1/2 കപ്പ് അളവിലാണ് അരിപ്പൊടി ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇതൊന്ന് അരിച്ചെടുക്കുക, കാരണം എന്തെങ്കിലും തരികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സേവനാഴി കൂടെ ചുറ്റിച്ചെടുക്കുമ്പോൾ വീഴാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പുറത്തുനിന്നൊക്കെ നമ്മൾ ബോംബെ മിക്സ്ചർ വാങ്ങിക്കുന്ന സമയത്ത് അവരതിൽ ഫുഡ് കളറൊക്കെ ചേർക്കും. പക്ഷേ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കളർ കിട്ടുന്നുണ്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ബ്ലാക്ക് സോൾട്ട് ആണ്. ബ്ലാക്ക് സോൾട്ട് വളരെ കുറച്ച് അളവിൽ ഒരു 1/4 ടീസ്പൂണൊക്കെ മാത്രം ഇപ്പം ചേർത്താൽ മതി. പിന്നെ നമ്മളിത് ഫ്രൈ ആയതിനു ശേഷമാണ് ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കുള്ളൂ. അപ്പോൾ ഉപ്പിന് പകരം നമ്മൾ ഈ ഒരു മിക്സ്ചറിൽ ബ്ലാക്ക് സോൾട്ടാണ് ചേർക്കുക. കണ്ടില്ലേ, ബ്ലാക്ക് സോൾട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ വാങ്ങിക്കാൻ കിട്ടും. വലിയ വിലയൊന്നുമില്ല, 15 രൂപയാണ് ഇതിന്. ഇതിപ്പോൾ ബ്ലാക്ക് സോൾട്ടിൻ്റെ പൗഡറാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ബ്ലാക്ക് സോൾട്ട് ചേർക്കുമ്പോഴാണ് ഈ ആ ഒരു ബോംബെ മിക്സ്ചറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അതായത് ആ ഒരു മുട്ടയുടെ ഒരു ടേസ്റ്റ് തോന്നുന്നത് നമ്മൾ ബ്ലാക്ക് സോൾട്ട് ചേർക്കുമ്പോഴാണ് കേട്ടോ. ഇതിൽ വേറെ മസാലകളോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ അവസാനമാണ് നമ്മൾ ബ്ലാക്ക് സോൾട്ട് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക. നമുക്ക് സാധാരണ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ ബ്ലാക്ക് സോൾട്ട് വാങ്ങിക്കാൻ കിട്ടും. കണ്ടില്ലേ, ഈ ഒരു കളറിലാണ് ഇത് ഇരിക്കുക. അപ്പോൾ ബ്ലാക്ക് സോൾട്ട് എന്ന് പറയുന്നത് ശരീരത്തിന് ദോഷമുള്ള ഒരു കാര്യമൊന്നുമല്ല. ബ്ലാക്ക് സോൾട്ടിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് കൈവച്ചിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊരു 1/4 കപ്പ് ഈ ഒരു പൊടി ഉണ്ടല്ലോ, ഇത് മാറ്റി വയ്ക്കുക. എന്തിനാന്ന് വെച്ചാൽ ബൂന്തി തയ്യാറാക്കാനാണ്. ഒരുപാട് അളവിലൊന്നും വേണ്ട കേട്ടോ. ഒരു 1/4 കപ്പ് നിറയെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോംബെ മിക്സ്ചറിൽ ബൂന്തി വളരെ കുറച്ച് തന്നെ മതി, ഒരുപാട് അളവിലൊന്നും ആവശ്യമില്ല, കുറച്ച് ബൂന്തി മതി. അപ്പോൾ ബൂന്തിക്ക് ഉള്ള 1/4 കപ്പ് അളവിലുള്ള ഈ ഒരു മാവ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സേവിനുള്ള മാവ് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട്, സാധാരണ പച്ചവെള്ളം തന്നെയാണ് കേട്ടോ, കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് ലൂസ് ആവാനും പാടില്ല, ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല. ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. കണ്ടോ, വെള്ളം ഇത് മതി. 1/4 കപ്പ് പോലും ഞാൻ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ വെള്ളം. ഈ ഒരു രീതിയിൽ നല്ല സോഫ്റ്റായിട്ട്
നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പം ഞാനൊന്ന് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുക എന്തായിരിക്കും നല്ലത് കേട്ടോ. വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണയുടെ ഒരു സ്മെല്ലും ടേസ്റ്റൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ഞാനിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് നമുക്ക് ഇപ്പോൾ തന്നെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യം സേവനാഴിയാണ്. സേവനാഴിയുടെ ഉള്ളിൽ നമുക്ക് എണ്ണയൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. പിന്നെ ബോംബെ മിക്സ്ചർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെയുള്ള അച്ചാണ് ആവശ്യം. അതായത് നല്ല തിന്നായിട്ട് വരുന്ന ഒരു അച്ച്, നൂലപ്പം ഉണ്ടാക്കുന്നതിനേക്കാളും തിന്നായിട്ടുള്ളത് വേണം. ഇതിലാണ് സാധാരണ നൂലപ്പം ഉണ്ടാക്കുക. അതിനേക്കാളും ചെറിയൊരു അച്ചാണ്. ഏറ്റവും ചെറുതാണ് നമ്മൾ ഈ ഒരു ബോംബെ മിക്സ്ചറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഇതിലൊക്കെ ഒന്ന് കുറച്ചൊരു എണ്ണയൊന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടെ. ഇനി ഈ ഒരു സേവനാഴിയിലേക്ക് നമുക്ക് ഈ ഒരു മിക്സ് ആക്കി കൊടുക്കാം. ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് അടച്ചതിന് ശേഷം ഇത് തയ്യാറാക്കാം. അപ്പോൾ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്ത് നോക്കുന്നതിന് മുമ്പ് ഒന്ന് നമുക്ക് ചുറ്റിച്ച് നോക്കാം കറക്റ്റായിട്ട് വീഴുന്നുണ്ടോന്ന് കേട്ടോ. കണ്ടില്ലേ, നല്ല ഫ്ലോയിൽ വീഴുന്നുണ്ട്. ഇതുപോലെ വീഴണം, കണ്ടോ. അപ്പോൾ ഇനി നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഇപ്പോൾ കണ്ടോ, എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമുക്ക് ഇതിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചൂടുണ്ടായിരിക്കും, നമ്മളിത് ചുറ്റി വെച്ച് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് തന്നെ ചെയ്യാം. അപ്പോൾ ഇത് ചുറ്റിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരുപാട് തിക്കായിട്ട് ചുറ്റിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു 3-4 ലെയറായിട്ട് മാത്രം ചുറ്റിച്ചു കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഇത് ഫ്രൈ ആയിട്ട് വരാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാനിതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കട്ടെ. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് വരും, ഒരുപാട് സമയമൊന്നും എടുക്കില്ല കേട്ടോ. ഒരു 30-40 സെക്കൻഡൊക്കെ മതിയാവും ഇത് ഫ്രൈ ആയിട്ട് വരാൻ ഒരു ഭാഗം. ഓവറായിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കളറൊക്കെ മാറും. അപ്പോൾ ആവശ്യത്തിന് ക്രിസ്പി ആയിട്ട് വരുന്ന ഒരു സ്റ്റേജിൽ അത്രയും തന്നെ മതി കേട്ടത്. ഒരു ഭാഗം ഇപ്പോൾ ഫ്രൈ ആയിട്ട് വന്നിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം പതുക്കെ. ഇതിപ്പോൾ കണ്ടോ, കറക്റ്റായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി, നമുക്കിത് കോരി മാറ്റാം. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളിത് ഓവറായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇരുന്ന് കഴിയുമ്പോൾ ഇതൊന്നും കൂടി ഒന്ന് ക്രിസ്പി ആയിട്ട് മാറും കേട്ടോ. ഇനിയിപ്പോൾ ഞാനിതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റുകയാണ്. എന്തെങ്കിലും എക്സസ് ആയിട്ട് ഓയിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടോ. ഇനിയിപ്പോൾ എല്ലാ സേവും ഞാൻ ഈ ഒരു രീതിയിൽ തന്നെ ഒന്ന് ചുറ്റിച്ചെടുക്കട്ടെ. ഇനിയിപ്പോൾ എല്ലാം ഫ്രൈ ചെയ്തതിന് ശേഷം കാണിക്കാം. ഇപ്പം കണ്ടോ, ഞാനിവിടെ സേവ് എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇത്രയുണ്ട് കേട്ടോ മൊത്തത്തിൽ. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ആവശ്യം മസൂർ ദാലാണ്, അതായത് തൊലിയോട് കൂടിയ മസൂർ ദാൽ. ഇതാണ് കേട്ടോ തൊലിയോട് കൂടിയ മസൂർ ദാൽ. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇതുപോലെ. അതായത് ഓറഞ്ച് കളറിലുള്ള പരിപ്പുണ്ടല്ലോ, അതാണ് അതിൻ്റെ തൊലിയോട് കൂടിയുള്ള ഒരു സംഭവമാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അതാണ് എന്താ പറയുക, ഈ ഒരു ബോംബെ മിക്സ്ചറിൽ ഇങ്ങനെ എടുക്കുന്നത് കാണാമല്ലോ നമുക്ക്. അതായത് ഈ ഒരു ദാൽ കേട്ടോ, ഇതിലിപ്പോൾ ഓറഞ്ച് കളർ ദാലുണ്ടല്ലോ, ഈ ഓറഞ്ച് കളർ ദാലാണ് മസൂർ ദാൽ. ഇതിപ്പോൾ കിച്ചടിയുടെ മിക്സാണ് കണ്ടോ. ഈ ഒരു ഓറഞ്ച് കളറിലുള്ള ദാലാണ് മസൂർ ദാൽ. ഇതിൻ്റെ തൊലിയോട് കൂടി ഇട്ടാണ് നമ്മൾ ഈ ഒരു ബോംബെ മിക്സ്ചറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയെടുക്കുക. അതിനുശേഷം ഡ്രെയിൻ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി നന്നായിട്ട് കഴുകി കുതിർത്തി ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് മസൂർ ദാൽ. കുതിർന്ന് വരുമ്പോൾ ഇതുപോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ഉള്ളത് തന്നെയാണ്. വെള്ളം ഉണ്ടാവരുത് കേട്ടോ, വെള്ളം നന്നായിട്ട് കളയാം. വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് തുടയ്ക്കാം. ഇത് ഞാനൊന്ന് തുടച്ചതിന് ശേഷം ഫ്രൈ ചെയ്യുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ബൂന്തി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നേരത്തെ മാറ്റി വെച്ച ആ ഒരു 1/4 കപ്പ് മാവുണ്ടല്ലോ, ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു ഇഡ്ഡലി ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഈ ഒരു ബൂന്തിയുടെ കൺസിസ്റ്റൻസി പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബൂന്തി ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് വീർത്ത് വരില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലൊരു തിക്കായിട്ടുള്ള ബാറ്റർ ആയിരിക്കണം നമ്മൾ തയ്യാറാക്കി എടുക്കേണ്ടത്, കട്ടകളൊന്നും ഇല്ലാതെ. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് തയ്യാറാക്കാം. ഇനിയിപ്പോൾ നമുക്ക് ബൂന്തി തയ്യാറാക്കാം.
അതിന് വേണ്ടിയിട്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. നല്ല ചൂടായിട്ടുള്ള എണ്ണയിൽ ഇട്ടിട്ടാണ് നമ്മൾ ബൂന്തി തയ്യാറാക്കുക. അപ്പോൾ ബൂന്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു തവി എടുക്കാട്ടെ, ഇതുപോലെ ഹോൾസ് ഉള്ളത്. ഇതിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ ഈ ഒരു മാവ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇതുപോലെ തവി വയ്ക്കുക, എന്നിട്ട് മുകളിൽ നിന്ന് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാനിത് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോഴായിരിക്കും നന്നായിട്ട് വീർത്ത് വരിക. എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടായിരിക്കണം. പിന്നെ ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആയാലാണ് പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഇതിലേക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വീഴുന്നുണ്ട്. കറക്റ്റ് ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസി തന്നെയാണ് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് വീഴുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു തവി വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്താലും മതി. കുറേശ്ശെ നമുക്ക് ഫ്രൈ ചെയ്ത് കോരി മാറ്റാം. ഇപ്പോൾ വേണ്ട, നമ്മുടെ ബൂന്തി റെഡി ആയിട്ടുണ്ട്. ഞാൻ കോരി മാറ്റാണ്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ബൂന്തിയും റെഡി ആക്കി എടുക്കാം. ഇപ്പോൾ കണ്ടോ, നമ്മുടെ ബൂന്തി നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇത് മതി, ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ബൂന്തി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല കളേഴ്സായിട്ട് അങ്ങനെ വേണമെങ്കിൽ തയ്യാറാക്കി എടുക്കാവുന്നതുള്ളൂ കേട്ടോ, നമ്മുടെ ഇഷ്ടം. ഇനി നമുക്ക് ചൂടായിട്ടുള്ള എണ്ണയിൽ ഈ മസൂർ ദാൽ ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു 2-3 മണിക്കൂർ സോക്ക് ചെയ്തിട്ട് വെള്ളം നന്നായിട്ട് ഡ്രെയിൻ ചെയ്യുക. അതിന് ശേഷം ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് എണ്ണയിലിടാം, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് വെള്ളത്തോട് കൂടി ഇട്ട് കഴിഞ്ഞാൽ. ഇപ്പോൾ കണ്ടോ, എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മസൂർ ദാൽ ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരണം. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വരണം കേട്ടോ. അതുവരെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ച് സമയം എടുക്കും ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ കണ്ടോ, നമ്മുടെ ഈ ഒരു മസൂർ ദാൽ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് ക്രിസ്പി ആയിട്ട് വരണം കേട്ടോ. നമ്മളിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് സോക്ക് ചെയ്തിട്ടാണല്ലോ ഇട്ട് കൊടുക്കുന്നത്. ആ സമയത്ത് ഇത് നല്ല എന്താ പറയുക, നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. പക്ഷെ ഫ്രൈ ആയിട്ട് വരുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വരണം. ഇപ്പോൾ കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി, നമുക്ക് കോരി മാറ്റാം. ഞാനൊരു കിച്ചൺ ടിഷ്യൂലേക്ക് ഇട്ട് കൊടുക്കുന്നത് മുഴുവനും നമുക്കിതിലേക്ക് കോരി മാറ്റാം. ഇപ്പോൾ കണ്ടോ, ഞാൻ മൂങ് ദാൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ ഫ്രൈ ചെയ്ത സേവ്, പിന്നെ ബൂന്തി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സേവ് പതുക്കൊന്ന് പൊടിച്ചു കൊടുക്കാം കേട്ടോ. ഒരുപാട് ചെറുതാക്കണ്ട ആദ്യം തന്നെ, കാരണം പിന്നെ നമ്മളെല്ലാം കൂടി മിക്സ് ചെയ്യണ സമയത്ത് ഒരുപാട് ചെറുതായി പോകണ്ടോ. പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ പാത്രം പോരാ മിക്സ് ചെയ്യാൻ, ഞാൻ കുറച്ച് വലിയ പാത്രം എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ബ്ലാക്ക് സോൾട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് ചേർക്കണ്ട കേട്ടോ. ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര അതിൻ്റെ ഫ്ലേവറായിട്ട് മാറും. ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത്, അതായത് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം അളവിലാണ് ഞാൻ ബ്ലാക്ക് സോൾട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു മിക്സ്ചറിൽ കറിവേപ്പിലയോ വെളുത്തുള്ളിയോ മുളകോ കായോ അങ്ങനെ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കില്ല കേട്ടോ. അതിനുശേഷം നമുക്ക് എല്ലാം കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മെയിനായിട്ട് ഇതിൽ ബൂന്തിനേക്കാളും കൂടുതൽ ആ ഒരു മസൂർ ദാൽ ഫ്രൈ ചെയ്തത് തന്നെയാണ് വേണ്ടത്. പിന്നെ കപ്പലണ്ടി ഒന്നും തന്നെ നമ്മളിതിലേക്ക് സാധാരണയായിട്ട് ചേർത്ത് കൊടുക്കാറില്ല. ഇപ്പോൾ കണ്ടോ, നമ്മുടെ ബോംബെ മിക്സ്ചർ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയ സമയത്ത് ശരിക്കും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ബോംബെ മിക്സ്ചറിൻ്റെ ആ ഒരു ടേസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ടേസ്റ്റ് ശരിക്കും കൊടുക്കുന്നത് ഈ ഒരു ബ്ലാക്ക് സോൾട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ബോംബെ മിക്സ്ചർ തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും.